ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ്. ക്രിസ്മസിന് മണിയടിക്കുന്ന പപ്പാനി ആദ്യമായിട്ടായിരിക്കും. എന്താ പാപ്പുനെ ഇനി വരുമ്പോ കൊണ്ടുവരാ കേട്ടോ. ഓക്കെ, ഈ താരൂന് എടുത്തോട്ടെ, കൂർക്കഞ്ചേരിയിലേക്ക് കൊണ്ടോട്ടെ. പക്ഷെ കൂർക്കഞ്ചേരി പോണെങ്കിൽ ഉടുപ്പിടണം. ഉടുപ്പിട്ടിട്ട് വരട്ടെ, ഉടുപ്പിട്ടിട്ട് വന്നോളൂ. ഹാപ്പി ആയോ? നോക്കട്ടെ, കണ്ണു തുറക്കട്ടെ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വീഡിയോ എനിക്കറിയാം ഞാനത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ന്യൂ ഇയർ ആയിട്ടുണ്ടാവും കേട്ടോ. സോ എല്ലാവർക്കും എന്താ പറയുക, ബിലേറ്റഡ് മെറി ക്രിസ്മസ്, അതുപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ. ആഗ്രഹിച്ച പോലെ നല്ലൊരു വർഷമാവട്ടെ കേട്ടോ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന്, അതായത് ശ്യാമിൻ്റെ ഫോൺ ഒന്ന് തന്നു കഴിഞ്ഞാൽ വിത്ത് പ്രൂഫ് എനിക്ക് കാണിച്ചു കൊടുക്കാം. അതായത് ഇന്ന് December 25th ആണ്. എന്താ പറയുക, കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീട്ടിൽ വന്നത് ശ്യാമിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. ശ്യാമിന് നാണായിട്ട് വയ്യ. എന്താ December 25th ഇന്ന് ക്രിസ്മസ് ആണ്. സോ ഇന്ന് ഈ ഒരു ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ നിൽക്കണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അതായത് ഈ ഒരു ക്രിസ്മസ് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോണേ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലോഡ് വൈകിയത് തന്നെ പുതിയൊരു ഷോ നമ്മൾ സി കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. നാളെ വീണ്ടും പോകണം ഷൂട്ടായിട്ട്. ഈ ഒരു ക്രിസ്മസ് ഡേയിൽ എങ്ങനെ സ്പെഷ്യലായിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു മോള് നമ്മളെ കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഈ മോളുടെ അച്ഛനും അമ്മയും നമ്മളിങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കുമായിരുന്നു. ഇപ്പോഴാണ് അതിനൊക്കെ സമയമായത്, നമുക്ക് നമ്മൾ ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റിയത്. പലരിലൂടെയും അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എല്ലാം വൈകിട്ടാണെങ്കിലും നല്ലതിനെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. സോ ഈ ക്രിസ്മസിന് ആ ഒരു മോൾക്ക് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആരാണ് ആ മോള്, ആ മോളുടെ പ്രത്യേകതകൾ എന്താണ്, എല്ലാം നമുക്ക് വഴിയറിയാം കേട്ടോ. ഞാൻ തൃശ്ശൂർ തന്നെയാണുള്ളത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, അതായത് ഈ മോൾക്ക് അറിയില്ല നമ്മൾ വരും എന്നുള്ളൊരു കാര്യം. അപ്പോൾ അവൾക്കാണെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളന്ന് അറിയാത്ത രീതിയിൽ ഒരു പപ്പാനിയായിട്ട് പോവാന്ന് ഞാൻ വിചാരിച്ചു. ഇന്നാവുമ്പോൾ പ്ലാൻ പൊളിയില്ല, കാരണം ഇന്ന് ക്രിസ്മസ് അല്ലേ. ശ്യാമേ, എന്നാ പപ്പാനി ഡ്രസ്സ് ഇട്ടാലോ? ആക്ച്വലി ഒരു തൊപ്പി മാത്രം വെച്ചാൽ മതിയാവും, എന്നാലും നമുക്കൊന്ന് ഇടാം ഗൈസ്. അപ്പൊ നമ്മൾ ഉടുപ്പിടാൻ വേണ്ടി പോവാണ്. ശ്യാമേ, എല്ലാ സാധനങ്ങളും തന്നോളൂ. ഇത്തവണ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സംഗതികളൊക്കെയാണ് കേട്ടോ. ഇട്ട് വരുമ്പോൾ ഇതിങ്ങനെ വരും. ഇതാണ് ഇത്തവണത്തെ, നമുക്ക് മറ്റേ പാന്തും അങ്ങനത്തെ പപ്പാനി ഔട്ട്ഫിറ്റ് കിട്ടിയില്ല. ഇതാണ് ട്രെൻഡ്, ഇത് മാത്രമേ മാർക്കറ്റിലുള്ളൂ എന്നാണ് അറിഞ്ഞത്. അറിയില്ല, അപ്പൊ ഇടുമ്പോൾ ഇങ്ങനെ വരും. കുറച്ചധികം കോംപ്ലിക്കേഷൻ ഉണ്ട്. കുഴപ്പമില്ല, പർദ്ദ വരെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇട്ടിട്ടുള്ളതല്ലേ. സോ ഇതൊക്കെ എന്ത്, ഇത് തൊപ്പി, ഇത് ലാസ്റ്റ് വെക്കാം. ഓക്കെ, ഇതെന്താ ഇത് ഏറ്റവും മുകളിലിടണാവും അല്ലേ? എടാ, ഇതെനിക്ക് ഭാഗാവോ? അവന്റെ മുഖത്തേക്കൊന്ന് പാഞ്ചിക്കോ. എന്റെ പുന്നാരനിയൻ ശ്യാമേ, അവൻ കാണിക്കല്ലേന്ന്. എന്റെ പുന്നാരനിയന് ചേച്ചി എന്നും കുഞ്ഞു കുട്ടിയാന്ന് തോന്നുന്നു. ഇത് കിഡ്സ് ഡ്രസ് അല്ലേ? പാഞ്ചിട്ട് പോയി ഗൈസ്. എന്താണ് ഫോട്ടോ വലിയവരുടെ ആണല്ലോ തന്നെ. അപ്പൊ അവൻ ചേച്ചിക്ക് ഇടാൻ ഒരു LKG പപ്പാനെയും കൊണ്ടാവാൻ വന്നിരിക്കുകയാണ്. ഇത് ഞാൻ എങ്ങനെ ഇടും? അല്ല, നിങ്ങൾ തന്നെ പറയൂ. നമുക്ക് എന്തായാലും തൽക്കാലം തൊപ്പി തന്നെ വെച്ചിട്ട് പോയി. ലാസ്റ്റിക്ക് ഇത് ഭയങ്കര കുഞ്ഞിതായി പോയിട്ടാ. ഇപ്പൊ ഞാനിങ്ങനെ ചിരിച്ചു പറയും, കാരണം ക്യാമറ ആണല്ലോ. ഇതിന് ശേഷം അവനെ ഞാൻ വേണ്ട രീതിയിൽ കണ്ടോളാം. ഇനിയിപ്പൊ തൽക്കാലം പപ്പാനി എനിക്ക് വിഷമായി. നമുക്ക് ഇനി പപ്പാനിയുടെ തൊപ്പി മാത്രം വെച്ചിട്ട് പോവാട്ടോ. Jingle bells, jingle bells, jingle all the ways. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the ways. പപ്പാനിയുടെ പിത്തിളകി ഗൈസ്. അപ്പൊ എന്തായാലും ഇനി ചിരിച്ച മുഖത്തോടു കൂടി ചിരിപ്പിക്കാനായിട്ട് ആന്റെ വീട്ടിൽ പോവാം. കമോൺ, ഇങ്ങനെ തന്നെയാണ് നമ്മൾ പോണേ. കണ്ടിന്യൂറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഹാപ്പി ക്രിസ്മസ്. ഗൈസ്, പപ്പാനി അവിടെ നീ നടന്നു വരേണ്ടതായിരുന്നു.
പക്ഷെ കുറച്ച് കണ്ടിന്യൂറ്റി പ്രശ്നം കുറച്ചധികം ദൂരം ഉള്ളതുകൊണ്ട് ഞാൻ വണ്ടിയിൽ വന്നു കേട്ടോ. അപ്പോൾ ആനിൻ്റെ അമ്മയ്ക്ക് അറിയാം, അച്ഛനറിയാം, ആനിന് അറിയില്ല നമ്മൾ വരണ കാര്യം. ഡോറൊക്കെ അടച്ച് ഇടാനായിട്ട് ഞാൻ നേരത്തെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇനി വീണ്ടും പപ്പാൻ്റെ ഈ ഔട്ട്ഫിറ്റിൽ വീണ്ടും ഉള്ളിലേക്ക് കയറാൻ പോവാണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാവും ഈ സർപ്രൈസ് വർക്കാവില്ല എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ടെൻഷൻ. ഈ പ്രാങ്ക് ചീറ്റിപ്പോവില്ല എന്നുള്ളതാണ്. ക്ഷമ കറക്റ്റാണോടാ? നീ കാരണം ഞാൻ ഇങ്ങനെ, അല്ലെങ്കിൽ ആ കറക്റ്റ് പപ്പാനി ആയനെ. Jingle bells, jingle all the ways. Oh, what fun it is to ride in one was open sleigh. Hey, jingle bells, jingle all the way. Papa ga sa da ni pa ma pa ga ma re sa sa pa ma. Okay, ഒരു പടിയും കൂടി ഉണ്ടല്ലേ. കണ്ണ് കാണണില്ല കേട്ടോ, അതുകൊണ്ടാണേ. ശ്യാമേ, എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ പറയണട്ടാ. ജിംഗിൾ ബെൽസ് ജിംഗിൾ ഓൾ ദ വേസ്. ഓവർ ഫൺ. നല്ല കിതക്കണപ്പോ പനി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണണ്ടാവുക. ഇനിയുണ്ടോ പടി? എവിടെ കോളിംഗ് ബെല്ല്? എനിക്ക് കണ്ണ് കാണാനില്ല കേട്ടാ. കോളിംഗ് ബെല്ലൊന്ന് കാണിച്ചു തരൂ. ക്രിസ്മസിന് മണിയടിക്കുന്ന പപ്പാനി ആദ്യമായിട്ടായിരിക്കും. ജിംഗിൾ bells, jingle all the way. Over fun, just to ride one was open stay. Jingle bells, jingle all the way. Happy Christmas. Happy Christmas. Hi. Hi. മകൻ കാണാൻ പാടില്ല. ഇതാണ് എന്റെ മകൻ. എന്റെ പേരാണ് ക്രിസ്മസ് പപ്പ. മുടിയില്ലാത്ത ക്രിസ്മസ് പപ്പ. എനിക്ക് തിരിയാനറിയില്ല. ഓക്കേ, ബൈ ബൈ. ഹാപ്പി 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 എവിടെയായിരുന്നു? എന്നോടാണോ? മനസ്സിലായോ? ആരാ? എന്താ നക്ഷത്രം? അത് എവിടെയായിരുന്നു? ആ, യൂട്യൂബ് ഫോണില്. ആ, കണ്ട ക്യാമറ. ആ, ഇഷ്ടാണോ? ഞാൻ സർപ്രൈസ് വന്നതല്ലേ പപ്പാനായിട്ട്. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ശരിക്കും എന്നെ അറിയാല്ലേ? കേക്ക് കഴിക്കണം, സ്നോമാനെ വെച്ച് കളിക്കണം. ഇഷ്ടായോ? അപ്പോ ഇതാണ് നമ്മുടെ ആൻകുട്ടി. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് അവരുടെ ഫാമിലി നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നി എല്ലാം നല്ലതിനായിരുന്നു, വൈകിയതൊക്കെ. പിന്നാണ് ഹാപ്പി ക്രിസ്മസ് അല്ലേ? ഇന്നല്ലേ ക്രിസ്മസ്? വിശേഷപ്പെട്ട ദിനത്തില് ആയതിന് ഭയങ്കര സന്തോഷം. ഇത് കണ്ടോണ്ടിരിക്കല്ലോ.
സത്യമായിട്ട് ഞാൻ അത് വെച്ച് കൊടുത്തിട്ട് അഭിനയിക്കണമല്ല കേട്ടോ. എന്റെ വെബ് സീരീസിന് ഇത്തിരി റീച്ച് കുറവുണ്ടായിരുന്നു. എപ്പോഴും ഇത് കാണണം കേട്ടോ. അപ്പൊ ഞാൻ കേറുകയാണ്. ഞാൻ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കേറാൻ പോയിരുന്നു. അപ്പോഴാണ് ഒരു സൂത്രം കാണിച്ചു തരാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുമ്പോ അവിടെ ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ, ഇവിടെയും ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ. പാപ്പുവിനെ ഇനി വരുമ്പോ കൊണ്ടുവരാ കേട്ടോ. ഓക്കെ. ചേച്ചിനെ കണ്ടിപ്പോ ഹാപ്പി ആയോ? ക്രിസ്മസ് ഗിഫ്റ്റ് ആയോ? എന്താ പറയാളെ ചേച്ചിയോട്? അതായത് എന്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ലക്ഷ്മി നക്ഷത്ര വീട്ടിൽ പോണം, കുറുക്കഞ്ചേരിയിലാണ്. എന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് ഞാൻ വാങ്ങിക്കുന്നു പറഞ്ഞു. പക്ഷെ എന്ത് ഗിഫ്റ്റാ വേണ്ടേന്ന് എനിക്ക് ഉമ്മ തരാൻ പറഞ്ഞു. അയ്യോടാ, അങ്ങോട്ട് കൊടുക്കണോ? ആദ്യം തന്നെ എന്റെ ലിപ്സ്റ്റിക് ഉമ്മ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് കേറുകയാണ് കേട്ടോ. ഇത് ആർക്ക് കിട്ടിയത്? ഇതൊക്കെ ഇതൊക്കെ ആൻമൂക്കൻ, എല്ലാം ആൻമൂക്കനാണല്ലോ. ഹായ്, 1 2 3 4 5 6 7. അയ്യോ, ഇപ്പഴത്തേക്ക് ക്യാമറ കാണിക്കൂ. എനിക്ക് ഇങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല. ഒരെണ്ണം എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരുമോ? ഒരെണ്ണം എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരുമോ? 1 2 തരുമോ എനിക്ക്? ഞാൻ ഇതും കൊണ്ടേക്കോട്ടെ. ഗിഫ്റ്റ് എല്ലാം വെച്ചിട്ട് വെച്ചിട്ടേ ഗിഫ്റ്റ്. അതാണ് എന്റെ റിയൽ സബ്സ്ക്രൈബർ ആണ് കേട്ടോ. നമ്മളെപ്പോഴും എല്ലാ ബർത്ത്ഡേക്കും ശ്യാമിന് നമുക്കൊരു ഇടി കൊടുക്കണം. ഞാനേ ശരിക്കുള്ള പപ്പാനി ഡ്രസ്സാണ് മേടിച്ചിരുന്നത്. പക്ഷെ എന്റെ ശ്യാമ കൊടുന്നത് കൊണ്ട് അത് LKG കുട്ടിയുടെ പപ്പാനി ഡ്രസ്സായി പോയി. ശ്യാമേ അപ്പൊ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, അപ്പൊ ഇനി ഇരിക്കാം നമുക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ആനിന്റെ ഫാമിലി എന്ന് പറയുന്നത്. അച്ഛൻ മൂക്കൻ എന്നാണോ അച്ഛന്റെ പേര്? ജി മൂക്കൻ. കണ്ടോ, ഞാൻ ഗസ് ചെയ്തു, കാരണം ആൻ മൂക്കൻ എന്നാണല്ലോ പേര്. ഞാനിപ്പോ വെച്ചു മൂക്കൊണ്ട് ഭയങ്കര പ്രത്യേകതയുള്ള ഫാമിലി ആയിരിക്കുന്നു. അപ്പോ ജി മൂക്കൻ. ഓക്കെ, എല്ലാവരും അദ്ദേഹത്തെ ജി എന്ന് വിളിക്കും അല്ലേ? അപ്പോ ഇതാണ് ജി മൂക്കൻ, ഇതാണ് അമ്മ. അമ്മയുടെ പേര് പിൻസി. ഓക്കെ, അപ്പൊ ഇതാണ് പിൻസി. ചേട്ടന്റെ പേരെന്താ? രാഹുൽ ചേട്ടൻ. താരി ചേട്ടൻ. ഓക്കെ, അപ്പൊ ചേട്ടനായിട്ട് ഭയങ്കര സ്നേഹമാണോ? തല്ലു പിടിക്കോ? ഇങ്ങനെ അടിക്കൂല്ലേ? താരുവിന്റെ അസീസ്കയെ കൊണ്ട് അടിക്കണം എന്ന് ചാട്ട. കുട്ടി സ്റ്റാർ മാജിക്കിന്റെ ഒരു വലിയ ഫാനാണ് കേട്ടോ. ശരി, ഇനി വലിയ കഥ പറയാം. ഇനി സോഷ്യൽ മീഡിയയില് ഈ എന്താ പറയാ, ഈ പൊങ്കാലിടുന്ന ആൾക്കാരോട് പറഞ്ഞോട്ടെ, സത്യം പറയട്ടെ, എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇത്തരത്തിലുള്ള മക്കളാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ തേടി പിടിച്ച് അവരുടെ അടുത്തേക്ക് പോകുന്നതല്ല. കുറെ നാളായി തോന്നുന്നു അല്ലെ അമ്മ എന്നെ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ട്? ഒരു വർഷത്തിനായിട്ടും മുകളിലായി. എന്താ അവൾക്ക് ഇത്ര ഇഷ്ടമാവാൻ കാരണം? അവള് എപ്പോഴും യൂട്യൂബ് കാണുന്നുണ്ടായിരുന്നു. ഫാഷൻസ് നമ്മള് കൊറോണ ടൈമിലാണ് കൂടുതലായിട്ട് യൂട്യൂബ് കാണാൻ തുടങ്ങിയത്. അപ്പൊ ഫാഷൻ ഷോ വന്നിട്ടില്ല. ഇപ്പോഴും യൂട്യൂബിലെ ഗിഫ്റ്റിനെ പറ്റിട്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ അല്ലേ? അപ്പം അങ്ങനെ കണ്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് നോക്കിയിട്ട് ആണ് പിന്നെയാണ് സ്റ്റാർ മാജിക് ഇങ്ങനെ കണ്ട്. പിന്നെ ഓരോരുത്തർ യൂട്യൂബ് ചാനൽ അങ്ങനെ മാത്രമായി. അപ്പൊ ലക്ഷ്മിയുടെയും അങ്ങനെ അതിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ കണ്ട് പിന്നെ അത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തുടങ്ങി. അതിൽ മാത്രം കൊണ്ട് പിന്നെ അതിൽ സ്റ്റാർ മാജിക് കണ്ടപ്പോ പിന്നെ അങ്ങനെയായി. പിന്നെ അനുവിനെ ഇഷ്ടമാണ്. അനുവിന്റെ എല്ലാം യൂട്യൂബ് കാണും. അനു ഡാൻസ് ഇപ്പൊ അടുത്ത് കളിച്ചപ്പോ അങ്ങനെ
എല്ലാം കാണാം, അപ്ഡേറ്റ് ആണ്, എല്ലാവരുടെ പേര് അറിയാം. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് കോൾ വന്നത് എന്റെ അമ്മയ്ക്ക് എന്താ പറയാ, ഇവളുടെ സ്കൂളിലെ ടീച്ചറാണ്. കാരണം ഫുൾ ടൈം ലക്ഷ്മി മന്ദിർ ആണ് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ വിളിച്ചിട്ടുണ്ടായി. അന്ന് ഞാൻ നാട്ടിലില്ല. അത് കഴിഞ്ഞിട്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അമ്മയെ. അപ്പോഴും ഞാൻ എനിക്ക് തോന്നുന്നു അല്ല 2 ദിവസം മുമ്പ് അല്ലേ സീഡ് ഷൂട്ടിന്റെ സമയത്താണ്. അത് കഴിഞ്ഞ് തൃശ്ശൂരിലെ പല പ്രമുഖരും അതായത് ഇവൾ അറ്റൻഡ് ചെയ്ത ഓരോ പരിപാടിയിലും അവരത് കേട്ടിട്ട് പിന്നെ ഇന്നലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് ബോച്ചരെടുത്ത് പറഞ്ഞു. ബോബി ചെമ്മണ്ണൂർ ബോച്ചരെടുത്ത് പറഞ്ഞു. ഞങ്ങള് ബൈ ചാൻസ് കണ്ടുമുട്ടിയതാണ്. രാത്രി ഒരു നൈറ്റ് ഡ്രൈവിനൊന്ന് പോയപ്പോ ബോച്ചയെ കണ്ടതാണ്. അപ്പൊ കണ്ട ഉടനെ പറഞ്ഞതുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റാർ മാജിക്കിൽ നിന്ന് ലക്ഷ്മി ചേച്ചി കൂടെ നിന്ന് ബോൾ ഇങ്ങനെ അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാലുകൊണ്ട് അടിച്ചു. അപ്പൊ ബോച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവർ രണ്ടാളും കൂടെ ആ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു. ഫോട്ടോ എടുത്തപ്പോ പറഞ്ഞു എനിക്ക് ലക്ഷ്മി ചേച്ചി കാണാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിയാക്കി തരാം. കുട്ടി പറഞ്ഞു അങ്ങനെ. അപ്പോഴേക്കും ചേച്ചി വന്നില്ലേ? ഇപ്പൊ ഹാപ്പി ആയോ? എന്നും ഇവിടെ പറയും സൂട്ട് കേസ് ഒക്കെ അവിടെ റെഡിയാ, പാക്ക് ചെയ്ത് വെക്കും. ഞാൻ പോവാ കുക്കഞ്ചേരി എറണാകുളത്ത് പോവാ, ഷൂട്ടിംഗ് ഉണ്ട്, സ്റ്റാർ മാജിക്കിൽ അഭിനയിക്കണം, ഇവരെ കാണണം, അതാണുള്ളത് കുറെ. അപ്പൊ നമുക്ക് ഇത്രയും ഇങ്ങനെ ക്രേസ് ആയി തുടങ്ങിയപ്പം ഇനി എങ്ങനെയാ കാണാന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്കിപ്പോ അവാർഡ് കിട്ടിയ. അവാർഡ് കിട്ടിയതിന് ശേഷം പറഞ്ഞില്ലല്ലോ ഈ ഇരിക്കുന്നത് നമ്മളൊന്നും ഒന്നുമല്ല കേട്ടോ, നമ്മളൊക്കെ ശിശു. ഇതാണ് പുലി. അതായത് ഇവള് ലൈക്ക് സ്പെഷ്യൽ കിഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ സാധാരണ സ്കൂളിൽ പഠിച്ച് നോർമൽ കുട്ടികളുടെ കൂടെ പെർഫോം ചെയ്ത് സ്റ്റേറ്റ് ലെവലില് യോഗയില് വിൻ ചെയ്തിട്ടുള്ള ആളാണ് ഈ ഇരിക്കണേ. കൺഗ്രാറ്റുലേഷൻസ്. സ്റ്റേറ്റ് ലെവൽ വരെ എത്തി ഞങ്ങൾ. അങ്ങനെ അവിടെ പിന്നെ ബെസ്റ്റ് പെർഫോമൻസ് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ അവർക്ക്. തീർച്ചയായിട്ടും. പക്ഷേ ലിമിറ്റേഷൻ ഒന്നും ഇല്ല എന്ന് പ്രൂവ് ചെയ്തിട്ടായിരുന്നു ലൈക്ക് ഒരു വെറുതെരും ഇല്ലാതെ നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അതിന്റെ ഒരു പുതിയൊരു ഇൻക്ലൂഷൻ എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും അത് ഉണ്ടാവാറില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ അത് കിട്ടി. അപ്പൊ ഒരു പുതിയൊരു തോട്ട് ഈ ഒരു മേഖലയിൽ നമ്മളുടെ മക്കൾ ഭിന്നശേഷി എന്നിട്ട് ഒതുങ്ങി ആ ഒരു മേഖലയിൽ മാത്രമല്ലാതെ നോർമൽ കുട്ടികളുടെ കൂടെ തന്നെ നമ്മൾ ഇറക്കണം. നമ്മുടെ മക്കൾക്ക് അതിനുള്ള കഴിവുണ്ട്, ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജും കൂടെ കൺവേ ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു സന്തോഷം. അതിനാണ് ഇപ്പൊ ഈ അവാർഡും കിട്ടിയത്. യോഗ ഉണ്ട്, ഡാൻസ് ഉണ്ട്, സ്വിമ്മിങ് ഉണ്ട്. മോർ ദാൻ ദാറ്റ് ഒരു പ്രമുഖ മോഡലാണ് ഇരിക്കുന്നത്. ഫാഷൻ സെൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫാഷൻ സെൻസിലാണ് എന്താ പറയാ ഇത്ര സമ്മാനങ്ങളും കിട്ടിയിട്ടുള്ളത് അല്ലേ? എന്താ എന്നെ ഇത്ര ഇഷ്ടാവാൻ കാരണം? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ ഷ്യാമിനെ എനിക്ക് വേണ്ട, തന്നിട്ട് പോട്ടെ ഞാൻ. എന്നിട്ട് ഞാൻ ഈ ചേട്ടനെ എടുത്തോട്ടെ, ഈ താരൂനെ എടുത്തോട്ടെ, ശ്യാമിനെ ഞാൻ തരാം. എനിക്ക് വേണ്ട ശ്യാമിനെ. നമുക്ക് പോവാം. ഓക്കെ ബൈ. ഓക്കെ ശ്യാമ കിടച്ചല്ലേ. ഓക്കെ ബൈ. കാർ എടുക്കാം കേട്ടോ. ഓക്കെ ബൈ. അവിടെ ഇരിക്കടാ. കൊണ്ടോട്ടെ. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. കുട്ടിക്ക് ശ്യാമും ചേച്ചിക്ക് താരും. ഞാൻ കുറുക്കഞ്ചേരിയിലേക്ക് കൊണ്ടോട്ടെ? എന്നൊരു കാര്യം ചെയ്യും. അപ്പൊ ഒരു കാര്യം ചെയ്യും, ശ്യാമിനെ ഇവരെടുത്തോട്ടെ. തങ്കക്കുടം കുട്ടിയാണ് അമ്മയുടെയും ഈ അമ്മയുടെയും തങ്കക്കുടം. അച്ഛനെയാണോ? സ്റ്റാർ മാജിക് ഊണിലും ഉറക്കത്തിൽ എന്നൊക്കെ പറഞ്ഞു. അത് ചേച്ചീനെ പുതിയ പരിപാടി ചെയ്യണ്ട് കേട്ടാ, സൂപ്പർ ഷോ എന്ന് പറഞ്ഞ പരിപാടി ചെയ്യണ്ട് സി കേരളത്തില്. അത് കാണുവോ? ഇതെങ്ങനെ ഇത്ര സുന്ദരിമണിയായിട്ടിരിക്കണേ? മേക്കപ്പ് ചെയ്യോ കുട്ടി? എന്തൊക്കെ ചെയ്യും? അമ്മ ചെയ്യില്ല. എന്താ അമ്മ ചെയ്യാൻ സമ്മതിക്കില്ല അല്ലേ? കുട്ടി എന്തൊക്കെ ചെയ്യാ? കണ്ണെഴുതും. പിന്നെയോ? ക്രീം. എനിക്ക് പറഞ്ഞു തരണം കേട്ടാ, എന്നാലും എനിക്ക് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആവാൻ പറ്റുള്ളൂ. പിന്നെ ക്രീം ഇടും ഞങ്ങള്, കണ്ണെഴുതും ഞങ്ങള്, പൊട്ട് തൊടും ഞങ്ങള്, ലിപ്സ്റ്റിക് ഇട്ടാ ലിപ് ബാം. കുഞ്ഞു കുട്ടികളാണ് ഞങ്ങള്. കുഞ്ഞു കുട്ടികൾ ലിപ്സ്റ്റിക് ഒന്നും ഇടാറായിട്ടില്ല. ഞങ്ങള് ലിപ് ബാം ഇടും കേട്ടാ. പിന്നെ വളയിടും. എന്തൊക്കെയാ നിർബന്ധങ്ങള് പുള്ളിക്കാരിയുടെ?
കമ്മൽ മാത്രമേ ഞങ്ങൾ ഇടില്ല. അതെന്താ ഇടാത്തെ? ലക്ഷ്മി പറഞ്ഞ കമ്മലിടില്ലേ? ലക്ഷ്മി പറഞ്ഞ കമ്മലിടോ? ഉടുപ്പ് ഇല്ലില്ല. ഞങ്ങളൊന്ന് ഇട്ട് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു കമ്മലെടുത്തിട്ട് വരുമോ? ലക്ഷ്മി പറഞ്ഞ ആണോ? നാളെ കമ്മലിടുവോ? എന്നിട്ട് ലക്ഷ്മിക്ക് ഫോട്ടോ അയച്ചു തരുമോ? ഇങ്ങനെ രണ്ട് ഐഡിയ ഉണ്ട്, ഇങ്ങനെ ഇടാന്ന്. കമ്മലിട്ടില്ലെങ്കിൽ അപ്പൊ ആർക്കും മനസ്സിലാവില്ലാന്ന്. ഗുഡ് ഗേൾ ആണെങ്കിൽ ഇതുകൊണ്ടോ ലക്ഷ്മി എത്ര കമ്മലിട്ടിട്ടുള്ള, പക്ഷെ കുട്ടി ഇത്ര ഒന്നും ഇടണ്ട. ഓൺലി വൺ. ടുമാറോ പോയിട്ട് കമ്മലിടുവോ? കമ്മല് കാതുകുത്തിയാലോ നമുക്ക് നാളെ? ഞങ്ങളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവള് പെട്ടിയെടുത്ത് നേരെ പൂവും കുറുക്കഞ്ചേരി. അങ്ങനെ കൊറേ ചേച്ചി അറിയണില്ലല്ലോടാ. കളിക്കല്ലേ ഞാൻ പോവും. അതാണ് ശരിക്കും കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതുപോലൊരു സനമോളുടെ വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ടായി. അറ്റ കൈക്ക് ലാസ്റ്റ് സനയെ വരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തു അല്ലെ? സനയുടെ അമ്മ നല്ല കൂട്ടാം. ഇവിടെ എല്ലാവരും ആദരിക്കാനായിട്ട് മിക്ക ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മോൾക്ക് ഉള്ളത്, അല്ലെങ്കിൽ ചിലർ ആഗ്രഹം എന്തായാലും ആദ്യം പറയാ ലക്ഷ്മി നക്ഷത്രം കാണാം. അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇന്നലെ രാത്രി പള്ളിയിൽ കുർബാനയ്ക്ക് ഇരുത്തി അത് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് അങ്ങനെ തോന്നി. അതെ ലക്ഷ്മി നക്ഷത്രം കിട്ടിപ്പോ കുറുക്കഞ്ചേരി പോവാൻ, കുറുക്കഞ്ചേരി പറയാം. അപ്പൊ എനിക്ക് ഗിഫ്റ്റ് വേണം. ഇനിയിപ്പൊ എന്ത് ഗിഫ്റ്റാ വേണ്ട? ഉമ്മ എത്ര എണ്ണം വേണം? 10 ഉമ്മ എനിക്ക് തരാൻ പറയണം. 10 ഉമ്മ ഞാൻ തന്നിട്ടേ പോവുള്ളൂ കേട്ടാ. ഓക്കെ. അപ്പളേ എനിക്ക് ഡാൻസ് കാണണം, എനിക്ക് യോഗ കാണണം. ഞങ്ങള് രണ്ടുപേരും കൂടെ ഫാഷൻ ഷോ ചെയ്യുന്നു. നമ്മളിങ്ങനെ നടക്കില്ലേന്ന്, ഇങ്ങനെ നടക്കില്ലേ നമ്മള്? അതിനു മുമ്പ് ഞാൻ അപ്പയിലേക്ക് വന്നോട്ടെ. അപ്പക്കുട്ടിയാണോ അമ്മക്കുട്ടിയാണോ? അപ്പ. ആരോടെ കൂടുതൽ ഇഷ്ടം? മൂക്കനപ്പയോടാണോ അതോ? ഞങ്ങളൊക്കെ വിട്ട് ലക്ഷ്മി ചേച്ചി മതി. നമ്മള് ഫസ്റ്റ് ഇഷ്ടം ഞങ്ങളെ ഇഷ്ടം. അത് കഴിഞ്ഞ് സെക്കൻഡ് ആരോടാ? അമ്മ. ഓക്കെ. ഈക്വലി. കുട്ടിക്ക് കുറുമ്പുണ്ടോ? കുട്ടിയാ? ഞാൻ റെഡി. പോവാൻ റെഡി ആയിട്ടിരിക്ക. എന്റെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? ചിക്കൻ. ബിരിയാണി ഇഷ്ടം? പൊറോട്ട. ഗുഡ് ഗേൾ ആണ് കേട്ടോ, സ്മാർട്ട് ഗേൾ. എനിക്കൊരു പാട്ട് പാടിത്തരുമോ? ഇല്ല, പാട്ടില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പാട്ട് അറിയോ? ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ പെടങ്ങിരിക്കട്ടെ. കാരണം ഡാൻസ് ആയിരുന്നു കുട്ടിക്ക് ഫസ്റ്റ് വേണ്ടത്. നീ പാട്, കൂടെ പാടിയേ. അവള് പാടട്ടെ, അവൾക്ക് ഇഷ്ടമുള്ളത് അവള് പാടട്ടെ അല്ലേ? അവളെ പാട്ട് പഠിക്കാൻ വിട്ടിട്ടുണ്ടോ? പക്ഷെ അവള് സ്വരങ്ങളാണ് പാടാൻ. ഇതല്ലേ സാരി ഗാ. പാടി എല്ലാം അറിയാലോ. ഡാൻസ് ആണ് അവള് ഭയങ്കരമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓൺ ആക്കുക, അവളുടെ എക്സസൈസ് ഡാൻസ് ആണ് ആദ്യത്തെ. പിന്നെ യോഗ ഒക്കെ അതിന്റെ കൂടെ ചെയ്യും. രണ്ടുപേരും ടീച്ചേഴ്സ് ആണ് കേട്ടോ. സോ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ സമയത്തിന്റെ ഇടയിൽ ലൈക്ക് ഇവിടെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം, എങ്ങനെയൊക്കെയാണ്? ലൈക്ക് ഒരുപാട് ഇപ്പൊ നമ്മള് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണെങ്കിൽ ഒരുപാട് സിറ്റുവേഷൻസ് സ്ട്രഗിൾ ചെയ്ത് അല്ലേ? ഇപ്പം അമ്മയാണെങ്കിൽ അയൺ ലേഡിയാണ്, അച്ഛനാണെങ്കിലും ലൈക്ക് അയൺ മാൻ ആണ്. സോ പിന്നോട്ട് നോക്കുമ്പോ എന്താണ് മനസ്സിൽ വരണേ? ജനിക്കുന്ന സമയത്ത് മുതൽ പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ അറിഞ്ഞു ഇങ്ങനെ അറിഞ്ഞിട്ടില്ല, ബർത്തിന് ശേഷം അറിഞ്ഞുള്ളൂ. അപ്പോ ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മള് ഇതിന്റെ തെറാപ്പീസ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് വെല്ലൂര് CMC പോലും ഒക്കെ അങ്ങനെ ആ മാസത്തിൽ തന്നെ പ്രാക്ടീസ് ഓരോന്നിനും അതിന്റെ ഓരോ അംഗങ്ങളും
എക്സസൈസ് സെറ്റ് ചെയ്ത് മോട്ടിവേഷൻ കൊടുത്ത് ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങനെ സെറ്റ് ചെയ്ത് തന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ 3.5 വർഷം ബാഗായത്താണ് വെല്ലൂർ തെറാപ്പി ഉണ്ടായിരുന്നത്. അവിടെ ഒരുവിധം കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആക്കേണ്ട രീതിയിലൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അത് 3.5 വർഷം നമ്മൾ അവിടെ ചെയ്തു. 3.5 വയസ്സ് വരെ അവിടെ ചെയ്യുള്ളൂ കുട്ടികൾക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഓക്കെ നടക്കാൻ. പിന്നെ ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു വോയിറ്റോ തെറാപ്പി, അങ്ങനെ ഓരോ കാര്യത്തിനും. അപ്പൊ എല്ലാ വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെക്കേഷൻ ഉണ്ടാവില്ല. സ്കൂൾ പൂട്ടുന്ന അന്ന് പെട്ടി പാക്ക് ചെയ്ത് പോവാണ് അവളുടെ ആവശ്യത്തിന്. അതായത് അച്ഛനും അമ്മയും സ്കൂളിൽ പോവും, മക്കളും സ്കൂളിൽ പോവും. വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഇവിടെ വെക്കേഷൻ അല്ല, എല്ലാവരും അല്ലേ ഇവൾക്ക് സ്കൂൾ പൂട്ടി അന്ന് രാത്രി ഞങ്ങൾ പോകും ഫാമിലിയായിട്ട് പോകും ആയിട്ട് ഓരോ സ്ഥലത്തേക്ക്. പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് തുറക്കണേന്റെ അന്ന് രാവിലെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ കുറെ മൈസൂർ പോയിന്റ് സ്പീച്ച് തെറാപ്പിക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. പിന്നെ വെല്ലൂർ, പിന്നെ ഇപ്പൊ ചേർത്തലയിലാണ് ഈ വോയിറ്റ തെറാപ്പി ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെയും ഒക്കെ ഉണ്ട്. അവര് നമുക്ക് കാണിച്ചു തരുമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമ്മളാണ് ഇവിടെ വന്നിട്ട് എല്ലാം ചെയ്യേണ്ടത്. ഡെയിലി നമ്മളപ്പം ഈ എക്സസൈസ് ചെയ്യണം, തെറാപ്പി ചെയ്യണം. അപ്പൊ രാവിലെ 2 പ്രാവശ്യം ചെയ്യണം, പിന്നെ വൈകിട്ട് 2 പ്രാവശ്യമാണ് പോയിട്ടൊക്കെ ചെയ്യേണ്ടി വരാം. അതായത് നമ്മുടെ സംസാരത്തിന് വേണ്ടിയിട്ട്, സംസാരവും എല്ലാ ഫേഷ്യൽ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഡൗൺസിന്റെ ഉള്ളത് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടാനൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പൊ രാവിലെ പോകുമ്പോ എനിക്ക് 8:30 ഇവിടെ നിന്ന് ഇറങ്ങണം. മാത്തമാറ്റിക്സ് ടീച്ചറാണ് കേട്ടോ അമ്മ. അച്ഛൻ ഹിന്ദി ലാംഗ്വേജ്. രാവിലെ 5 o'clock ആകുമ്പോൾ ഇവിടെ വിളിക്കും. 1.5 പൈസ ഉണ്ടാവുള്ളൂ. അപ്പൊ വിളിച്ച് 45 minutes ആണ് ഒരു തെറാപ്പി. അത് കഴിഞ്ഞ് 1.5 hour ആണ് അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 5 o'clock വിളിച്ച് ഒരെണ്ണം ചെയ്യും. പിന്നെ ഒരു 7:30 ആകുമ്പോൾ അടുത്തത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടുന്ന് മാറിക്കും. അങ്ങനെയായിരുന്നു. അത്രയും ചെറുപ്പത്തിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആവാൻ തുടങ്ങി. ഇപ്പൊ ഡോക്ടേഴ്സ് എന്താ പറയുക, ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ് എന്താ ഇവിടെ തെറാപ്പിയുടെ? ഭയങ്കര വ്യത്യാസം. ഇപ്പൊ നമ്മൾ യോഗ കുറച്ച് പ്രൊഫഷണൽ ആക്കി എടുക്കണം. സ്റ്റെബിലിറ്റി ഒരു പ്രശ്നം, സ്റ്റേബിൾ ആവും. കാരണം ഇവർക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്. അപ്പോൾ ഒറ്റക്കാലിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ കൈക്ക് കുറച്ച് സ്റ്റേബിൾ കുറവുള്ള കാരണം കൈ കുത്തിയിട്ടുള്ള ആസന്നാസം ഒന്നും അതിന് നമ്മളിപ്പോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള രീതിയിൽ കുറച്ചും കൂടി യോഗ, സ്പോർട്സ് യോഗയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അമ്മ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, കുട്ടി എന്റെ യൂട്യൂബിന് റീച്ച് കൂട്ടിത്തരുന്നു, ഇവള് എന്നെ കണ്ടോണ്ടിരിക്കുക. ഇതാരാ ഇത്? അയ്യോ മാറിപ്പോയി പരസ്യം വന്നു. ആ സ്കിപ്പ് അടിക്കാൻ കൈ ഇങ്ങനെ വെച്ച് റെഡി ആക്കി ഇരിക്കുക കേട്ടോ. ദേ ഇതൊക്കെ പണ്ടത്തെ വീഡിയോസ് ആണ്. എല്ലാം സ്റ്റാർട്ടിങ് മുതൽ എല്ലാം കണ്ടിട്ടുണ്ടാവും. ഗിഫ്റ്റ് വെക്കണം. എന്നെ കുട്ടിയുടെ ബർത്ത്ഡേ എന്നാ? അത് ഓഫ് ചെയ്യാം, ഞാനിവിടെ വന്നിരിക്കല്ലേ. ഗിഫ്റ്റ് കാണാം. ഞാൻ പോയിട്ട് ഇത് കണ്ടാ മതി കേട്ടാ. അപ്പൊ ഞാനിവിടെ ഇല്ലേ? ഓ ഇവിടെയും എന്റെ ശബ്ദം, അവിടെയും എന്റെ ശബ്ദം. പക്ഷെ നിങ്ങൾ കാണണോട്ടോ. എനിക്കൊരു ഡാൻസ് കാണണം. ദാദാ ദേ വീണ്ടും സെർച്ച് ചെയ്യുമ്പോ മൊത്തം ഞാൻ മാത്രമേ വരുന്നുള്ളൂ ഗൈസ് ഈ വീഡിയോ. ഇതാണ് കേട്ടോ ചേച്ചിയുടെ പുതിയ പ്രോഗ്രാം. ഇതാണ് ഇനി പുതിയ പ്രോഗ്രാം. ഇനി സീല കണ്ട് സി ടിവി കണ്ട എന്നെ കാണാൻ പറ്റും. എന്നെ കാണാം, മനുക്കുട്ടിയെ കാണാം. കാണുവോ കുട്ടി? ഞാൻ ചോദിക്കട്ടെ, ലൈക് ഇവൾക്കൊക്കെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അതോ പെട്ടെന്ന് ലൈക് നമ്മള് പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോ ദേഷ്യം വരിക, അങ്ങനെയൊക്കെ കുറെ അമ്മമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ആദ്യം ഉണ്ടായിരുന്നു. യോഗ തുടങ്ങിയതിനു ശേഷം എങ്ങനെ ടാക്കിൾ ചെയ്യാനുള്ള ഇവളെ സോപ്പിടാനുള്ള ഏറ്റവും വലിയ വഴി എന്താ? എത്ര നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നടക്കണമെങ്കിൽ നമ്മള് ചീത്ത പറഞ്ഞാൽ അത് കൂടുതൽ സീനാവും. അപ്പൊ ആൾക്കാർ മുഴുവൻ പിന്നെ ഫോക്കസ് ചെയ്യും എന്താണ് ഇങ്ങനെയുള്ളത്. അപ്പൊ കുട്ടി എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കും. അമ്മയുടെ മുത്തല്ലേ, നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ദേഷ്യം വരും, എന്നാലും മുത്തല്ലേ പറഞ്ഞ് ഭയങ്കര അമ്മ തിരപ്പ് ഐസ്ക്രീം ഇഷ്ടം, നമുക്ക് ഐസ്ക്രീം പോയി കഴിക്കാം. അങ്ങനെ ആ ഒരു സിറ്റുവേഷനെ ചേഞ്ച് ചെയ്തിട്ട് എടുക്കും. അപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് വരും. കുട്ടിക്ക് സംശയം ലക്ഷ്മി ചേച്ചി എന്താണോ. കുറച്ച് കഴിഞ്ഞപ്പോ സംശയം ആരാ വന്നിട്ടില്ലെന്ന്. പിച്ചിക്കോളൂ, പിച്ചു തന്നെ, പിച്ചു. ലക്ഷ്മി ചേച്ചി തന്നെയാണ് പേരെന്താണ്? അതാണ് കുട്ടിക്ക് സംശയം. എനിക്ക് ഇപ്പൊ അതാണ് ഇവിടെ അടിച്ചു തരാൻ പറ്റും. ഞാൻ ഫുൾ സ്ലീവ് ഇട്ട് വന്നു, ശരിക്കും അടുത്തും വന്നു. ടിവിയിൽ കാണുമ്പോഴാണെങ്കിൽ കുറച്ചും കൂടെ ഭയങ്കര അടിപൊളിയാണല്ലോ. കുറച്ചും കൂടെ എന്നല്ല, നല്ല അടിപൊളിയാണല്ലോ. ഇപ്പൊ തീരെ കൊള്ളില്ലല്ലോ. ഇവൾക്ക് ഡൗട്ടായി തുടങ്ങിയത് ആ ചേച്ചി തന്നെയാണോ. എന്നാ ശരി, തെളിവിനാണെങ്കിൽ ടാറ്റൂയും കാണാനില്ല. ലക്ഷ്മി നക്ഷത്രം ടാറ്റു ചെയ്തിട്ടുണ്ടോ?
ഏ എവിടെ എവിടെ ഈ കയ്യിലാ ഈ കയ്യിലാ ഇവിടെ എന്നാ നോക്കിക്കോളൂ. അപ്പൊ ഇത് ലക്ഷ്മി നക്ഷത്രമല്ല. ഇതാ ഷോ ടാറ്റു ഇല്ലെങ്കി ഇപ്പൊ പ്രശ്നാണല്ലോ. അയ്യോ ഇത് ലക്ഷ്മി അല്ല, ഇത് ലക്ഷ്മി അല്ല, ഇത് ലക്ഷ്മി അല്ല. പോയി പോയി വിട്ടുതരാൻ ഉദ്ദേശമില്ല. ഗായ് 1 2 3 ഇതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. എന്നെ പറ്റി എന്തൊക്കെ അറിയാം? എല്ലാം പറയും, ഞാൻ എല്ലാം പറയും. ആ ശരി. ആ അപ്പൊ ഇനി ആൺകുട്ടിയുടെ ഡാൻസ്. ആ ചേച്ചി വരാം. കുട്ടി ചേച്ചിയുടെ കൂടെ ഡാൻസ് കളിക്കണേ. ആഹാ ഈ ഡാൻസ് കുളമാക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. പക്ഷെ കുട്ടിയുടെ നിർബന്ധം അതാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആ വെച്ചോ. ഇഷ്ടായോ ഞങ്ങളുടെ ഡാൻസ്? അടിപൊളി. ആ കേക്കട്ടെ എന്തൊക്കെയാ കുറുമ്പ്? കേക്കട്ടെ ഞാൻ കേക്കട്ടെ, ഞാൻ കുറുമ്പ് ഞാൻ കേക്കട്ടെ. ഞാൻ അങ്ങനെ പറയാനൊന്നുമില്ല. എന്നാലും എന്തൊക്കെ കാര്യത്തിന് ഈ അസൂയുള്ളേ? അസൂയൊക്കെ ഉണ്ട്. തരുണാണ് അസൂയ ശരിക്കും? ഏറ്റവും ഇവളുടെ ഇഷ്ടമുള്ള കാര്യം എന്താ? ഒന്നുമില്ലേ? ഒന്നുമില്ലാന്ന് വെറുതെ പറയാ. മേക്കപ്പ് ഇഷ്ടല്ലേ കുട്ടിക്ക്? മേക്കപ്പ് സെറ്റ് കൊറേ ഉണ്ട് ഇവിടെ. ഒരു മേക്കപ്പ് സെറ്റ് എനിക്ക് തന്നു വിടുവോ? എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ലിപ്സ്റ്റിക് ഇല്ല എന്റെ കയ്യില്. ഇട്ടിട്ടില്ല കണ്ട തടി പോലും ഇല്ല. ഞാൻ വീട്ടിൽ പോയതിനു ശേഷം സ്റ്റാർ മാജിക്കിൽ സനയെ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പൊ അത് കണ്ടിട്ട് ഇവിടെ ലാപ്ടോപ്പിൽ ഇട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അത് പോസ് ചെയ്തിട്ട് വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നു മാഷന്. അപ്പൊ പറയാ കരഞ്ഞിട്ട് വന്നിട്ട് പറയാ എനിക്ക് സ്റ്റാർ മാജിക്ക് പോണം, സ്റ്റാർ മാജിക്ക് പോണം. എന്താ പറയാ കുട്ടികളെ ഞാൻ പറയണ പോലെ എന്നെ സാധാരണയിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്നേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള മക്കളാണ് കേട്ടോ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അവർ നമ്മളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് അത്രയും മാക്സിമം ഹാപ്പിനെസ് കൊടുക്കാൻ ഞാനും അത് എൻ്റെ ചെവിയിലേക്ക് എത്തുക അല്ലെങ്കിൽ ഞാൻ അറിയുന്നുണ്ടെങ്കിൽ മാക്സിമം അവരെ നേരിട്ട് കാണാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ക്രിസ്മസ് എനിക്ക് ഇവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവിടെ കോസ്റ്റ്യൂം ചേഞ്ചിന്റെ ടൈമാണ്. കാരണം യോഗ പ്രൊഫഷണലാക്കി എടുത്തിട്ടുള്ള ഒരാളാണെന്നുള്ളതിൻ്റെ ഒരു എന്താ പറയാ ആ ഒരു പ്രൊഫഷണലിസമാണ് നമ്മളിപ്പോ കാണുന്നത് കേട്ടോ. ഇട്ട ഡ്രസ്സിൽ യോഗ ചെയ്യുക അത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അതിനുള്ള പ്രൊഫഷണൽ ഡ്രസ്സിൽ ഇപ്പൊ വരും ആള്. യോഗ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റു കുട്ടികൾ കണ്ട് അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമാണ് അവൾക്കുള്ളത്. അപ്പൊ അത് അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ അത് ആ ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ട് അവൾക്ക് അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പപ്പയുടെ ലൈഫിലൊരു തന്ത്രം അല്ലെങ്കിൽ ഒരു മന്ത്ര എന്ന് പറയുമ്പോ എന്താ? കാരണം ഒരു അധ്യാപകനും കൂടെ ആയതുകൊണ്ട് അധ്യാപകർ എപ്പോഴും മാതൃകയായിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചിലത് കിട്ടുമ്പോഴാണ് ലൈക്ക് നമുക്ക് എത്രത്തോളം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മാലാഖ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് മോളോടുള്ളത്. ശബ്ദം ഇങ്ങനെ ഇടറുണ്ട് കേട്ടോ. അതെ, കാരണം സാധാരണ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിനേക്കാൾ നന്നായിട്ട് അവർ ചെയ്യണേ. അതല്ല അവള് മിടുക്കി കുട്ടിയല്ലേ, നമ്മുടെ മാലാഖ കുട്ടിയല്ലേ, കണ്ണു നിറയേണ്ട ആവശ്യമില്ല ഇന്നത്തെ ക്രിസ്മസ് ആയിട്ട്. ജി മൂക്കൻ. ഓ മൈ ഗോഡ്. നമുക്ക് അപ്പയെ കൂടെ ഒരുമിച്ച് ചെയ്യിപ്പിച്ചാലോ? അപ്പ ചെയ്യോ? പറയട്ടെ. ഇത് ബോച്ച ചെയ്യുന്നില്ല. കുട്ടിയുടെ ബോച്ചയ്ക്ക് പഠിപ്പിച്ചേ. ആ ശരി, അപ്പൊ ഇനി നമുക്ക് ചെയ്യാം. പപ്പ ചെയ്യോ? പപ്പ ചെയ്യോ?
പപ്പയുടെ വയറ് പപ്പയ്ക്ക് ചെയ്യാൻ അറിയൂല. തിരിഞ്ഞെന്നോളൂ. അല്ല, ഈ ക്യാമറയിൽ എല്ലാവർക്കും ഹായ് കൊടുക്കും. ഞാൻ യോഗ ചെയ്യാൻ പോവാ പറയൂ. ഇതാണ് ഞാൻ പറയുന്നത് പ്രൊഫഷണലിസം. ഓഹ്, ഇതൊക്കെ കാണുമ്പോ നമ്മൾ എന്തൊക്കെ കണ്ടു പഠിക്കണം. ഗൈസ്, അവിടെ ഭയങ്കര വാമപ്പൊക്കെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് മാഡം എത്തിയിട്ടുണ്ട്. മാഡം 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 ഓക്കെ, സോറി ട്ടാ, മാഡം അല്ല, ആന ആന. ഓക്കെ, ചെസ് നമ്പർ 7. 7. എന്നാ അടുത്തതായിട്ട് 7th സ്റ്റാൻഡേർഡിൽ പഠിക്കണ. ലെറ്റ്സ് വെൽക്കം അതല്ലേ പറഞ്ഞേ. 7 ഇങ്ങനെ, 7 ഇങ്ങനെ, എങ്ങനെ 7 ഇങ്ങനെ, അതാറാ ഇങ്ങനെ, ഞങ്ങളുടെ അത് 6. അതല്ല 7. ഓക്കെ, 7 കുട്ടി പഠിക്കണേ. അപ്പൊ 7 ഇങ്ങനെ എഴുതണ്ടേ, ഇങ്ങനെ. ഓക്കെ, ഫൈൽ ഇത് നമ്മള് യോഗ കോമ്പറ്റീഷനെ പോകുമ്പോ ആസനാസിന്റെ പേര് പറഞ്ഞാൽ അറിയില്ല. ശരി. അപ്പൊ നമ്മള് ഒരു 10 എണ്ണം ഉണ്ടാവും. അതില് അവര് പറയണതാണ് നമ്മളത് ചെയ്യാം. ശരി. അപ്പൊ ആ ടൈമില് നമ്മള് ആ 10 എണ്ണത്തിന്റെയും പോസ്റ്റർ ഉണ്ടാവും ഇതില്. അവര് പറയുന്നത് നമ്മളില്ല ഓർഡർ അനുസരിച്ച് വെക്കും. ശരി ശരി. ഇത് വെച്ചിട്ടാണ് അവര് പറയുന്ന ഓർഡർ അനുസരിച്ച് ചെയ്യാം. എല്ലാം ചെയ്യും കുട്ടി, ഇതെല്ലാം ചെയ്യൂട്ടോ. ഇതെല്ലാം കുട്ടി ചെയ്യാൻ പോവാണേ അല്ലേ? ആ, ഓക്കെ ഓക്കെ, റെഡി. അപ്പൊ ഞങ്ങൾ കാണാൻ പോവാട്ടോ. ആ, ഇരുന്നോളൂ. ഓ, നൈസ്, സൂപ്പർ. വെരി ഗുഡ്. റിലാക്സ് റിലാക്സ്. സാധാരണ ഈ പ്രായത്തിലെ മക്കൾക്ക് മടിയാണ് ഉണ്ടാവുക ചെയ്യാനായിട്ട്. ഇവിടെ പാരന്റ്സിനെ ഇൻസിസ്റ്റ് ചെയ്യാണ് ഇനി അടുത്തത് എന്നും പറഞ്ഞിട്ട്. അവൾക്ക് ഒരു തരം ഹരമാണ് കേട്ടോ. ഓഹ്, റെസ്പെക്ട്. ഇതാണ് പറയണേ മാലാഖക്കുട്ടി എന്ന് പറയാൻ കാരണം കേട്ടോ. കാരണം എന്താ പറയാ, യോഗയില് ഭയങ്കര എക്സ്പേർട്സിന് ഇത്രയും കാര്യങ്ങൾ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇവളുടെ പ്രായം വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഇവള് എത്ര വർഷമായി? 2 വർഷം ലൈക്ക് ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും അവളുടെ ബോഡിയുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും അവളുടെ ആ ഒരു ഇന്റലിജൻസും എല്ലാം നമ്മൾ കണ്ട് തന്നെ ഇവരെ നമ്മൾ ശരിക്കും മാതൃകയാക്കണം. അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ജെമ്മാണ് കേട്ടോ. അവിടെ എന്താ ചെയ്യണേ? ക്യാമറ പൊക്കോട്ടെ. എന്താ ഇവിടെ ചെയ്യണേ? എന്താ വേണ്ടേ? അയ്യോ, എത്ര ഡ്രസ് കാണിച്ചു തരൂ നോക്കട്ടെ. ആ, ഇരിക്കട്ടെ, തിളങ്ങട്ടെ. ക്രിസ്മസ് അല്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതിട്ട് എന്റെ ഉടുപ്പ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. ഇതിട്ട് എന്റെ ഉടുപ്പ് കാണാൻ ഒരു ഭംഗി വേറെ വേറെ എടുത്തു തരാം. ശരിയാ. എന്നാ ഇതിട്ടോളൂ. കുട്ടിക്ക് ഏതാ ഇഷ്ടം? ഇതാണോ ഇഷ്ടം? ഓക്കെ. അപ്പൊ ഇത് കുട്ടി ഇട്ടിട്ട് വരട്ടെ കേട്ടോ. ഇതിട്ട് കുറുക്കഞ്ചേരി പോവാനാ. പെട്ടി എടുത്ത് ഞങ്ങൾ ഈ ഉടുപ്പ് ഇട്ട് ഞങ്ങള് കുറുക്കഞ്ചേരിക്കൂ. എന്നാ കുറുക്കഞ്ചേരി പെട്ടി ഒന്ന് കാണണം. അപ്പൊ ഇവിടെ പെട്ടി. അപ്പൊ നമ്മള് വർത്തമാനം പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടി എടുക്കും. അങ്ങനെ എടുത്ത് ഞാൻ പോവാ. ബാഗ് കൊടുത്തു, ഉടുപ്പ് കൊടുത്തു. ഇതാ പിടിച്ചോളൂ. ഇനി എങ്ങനെയാ പറയാ? എന്നിട്ട് പോവാ, നടക്കുക, പോവാ. നിങ്ങള് കുറുക്കഞ്ചേരി പോവാട്ടോ. ആ, ഓക്കെ. പക്ഷെ കുറുക്കഞ്ചേരി പോണെങ്കിൽ ഉടുപ്പിടണം. ഉടുപ്പിട്ടിട്ട് വരട്ടെ. ഉടുപ്പിട്ടിട്ട് വന്നോളൂ. പെട്ടി റെഡി. ദൈവമേ, നല്ലൊരു കരച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഉടുപ്പിട്ടിട്ട് വേഗം വരും. ഞാൻ ഞെട്ടട്ടെ. ഞാൻ കണ്ണടച്ചിരിക്കുകയാണേ.
2 എണ്ണ എൻ്റെ അടുത്ത് കണ്ണു തുറക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്, എണ്ണാൻ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞും തന്നിട്ടുണ്ട്. 1 2 3 4. ഗൈസ് ഇതിന്റെ ഇടയിൽ ഒന്ന് വന്നു, പക്ഷെ ഞാൻ കണ്ണു തുറന്നിരിക്കുന്നുണ്ട് ആകെ പ്രശ്നമായി. അപ്പൊ ഞാൻ അഭിനയിക്കാൻ പോവാ. എണ്ണ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. എന്നിട്ടേ എത്ര വരെ എത്തി? 6 6 7. നോക്കട്ടെ, കണ്ണു തുറക്കട്ടെ. ഓക്കെ, ഞാൻ പയ്യും പറയട്ടെ. കറങ്ങു കറങ്ങു കറങ്ങു, നോക്കട്ടെ ബാർബിയെ പോലെ. ഇത് ആരാ ഈ ഉടുപ്പ് മേടിച്ചു തന്നേ? ഈ ഉടുപ്പ് ആരാ മേടിച്ചു തന്നേ? ഷോപ്പിംഗ്. ഇത് കുട്ടി സെലക്ട് ചെയ്ത ഡ്രസ്സാ? എന്തോരം ഭംഗിയായിട്ടിട്ട്. ഈ മാല ആരാ സെലക്ട് ചെയ്ത് തന്നെ? അമ്മയാ. കൊട്ടിക്കിട്ടെ ഞാൻ ഒന്ന് കടിച്ചെടുത്തോട്ടെ. ഇവിടെ ഒരു കടി കടിച്ചോട്ടെ പ്ലീസ്. കുട്ടി ആയതുകൊണ്ടല്ലോ. ഇത് കടി കടിക്കട്ടെ. റാംബോക്ക് ചെയ്യാൻ പോവാണേ. നടക്കുക. ഇങ്ങനെ ഇങ്ങനെയാണോ? എന്നിട്ട് ഇങ്ങനെ നിക്കണോ? ശ്യാമേ ഞാൻ കൊടുക്കട്ടെ. കാക്ക വീണ്ടും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണേ. അയ്യോ, കാക്കയുടെ മുട്ടയൊക്കെ എവിടെ പോയി? എക്സ്ക്യൂസ് മീ പപ്പ മമ്മി, ഞാൻ കൊണ്ടുപോവാണേ. കാറിലിരുന്നോളാം. പോവാ, നമുക്ക് ഡ്രസ് ഒതുക്കി വെച്ചോളൂ.